ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അംഗവാദി വികാസനത്തിൻ്റെ മുഖ്യപ്രതിജ്ഞ യുഹാനന്മാർ കോഴിക്കോട് സിനിമേനി, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സഹോദര നേതാപതിന്മാരെ, മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ഈ സമ്മേളനങ്ങളുടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ, യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജസൻ അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി ബോബി വർഗീസ് അച്ഛൻ, തൃക്കുന്നത്ത് സെമിനാരി മാനേജരായിരിക്കുന്ന യാക്കോബ് തോമസ് അച്ഛൻ, അധ്യക്ഷ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഓർപ്പിസോപ്പമാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, അംഗവാദി ഭദ്രാസനത്തിന്റെ ഏത് സമ്മേളനമായാലും അതിനതിൻ്റെതായ ഒരു പ്രത്യേകതയും ചുവടുവെപ്പുമുണ്ട്. രണ്ട് പ്രധാന ചടങ്ങുകളാണ് ഈ സമ്മേളനത്തിലൂടെ നാം ഓർമ്മിക്കുന്നതും നിറവേറ്റാൻ പോകുന്നതും. അതിലൊന്നെന്ന് പറയുന്നത് ഈ ഭദ്രാസന ദിന ആചരണമാണ്. ഭദ്രാസനത്തിലെ വൈദികരും അതുപോലെ ആത്മീയ സംഘടനാ പ്രവർത്തകരും ഇടവക ജനങ്ങളും ഒരുമിച്ച് വർഷത്തിലൊരിക്കൽ സമ്മേളിച്ച് ഭദ്രാസന വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരായി തീരുന്നതുകൊണ്ടുള്ള സമ്മേളനം നമ്മൾ കൂടാറുണ്ടല്ലോ. മിക്കവാറും കേരളത്തിലെ എല്ലാ ഭദ്രാസനങ്ങളിലും ഒരു ഭദ്രാസന ദിന ആചരണമുണ്ട്. അത് അംഗവാദി ഭദ്രാസനവും ഇന്നിവിടെ ആഘോഷിക്കുന്നു. എന്നാൽ ഈ ഭദ്രാസന ദിന ആഘോഷത്തോടനുബന്ധിച്ച് നമ്മെ എപ്പോഴും ചിന്തിപ്പിക്കുകയും ചിലപ്പോഴും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുസ്മരണവും ഇവിടെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പെരുമ്പാവൂരെ സുലോകോ ഇടവക അംഗങ്ങളായിരുന്ന രണ്ട് സഭാ അഭിമാനികളും ധീരന്മാരുമായിരുന്ന രണ്ട് വ്യക്തികൾ മലങ്കര സഭാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊല്ലപ്പെട്ട് അവരുടെ ആ ഓർമ്മ പുതുക്കുന്ന സന്ദർഭം കൂടിയാണിത്. മലങ്കര സഭ ഉള്ളയിടത്തോളം കാലം ആ രണ്ടുപേരുടെ ഓർമ്മ ആർക്കും ഒരു കാലത്തും നശിപ്പിക്കുവാനോ മറന്നു പോകുവാനോ സാധിക്കുകയില്ല. മലങ്കര വർഗീസ് എന്ന് അറിയപ്പെടുന്ന മിസ്റ്റർ ടി എം വർഗീസും തോട്ടപ്പാട് ശ്രീ മിസ്റ്റർ കുറിയാക്കോസും, ഇവർ രണ്ടുപേരും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും നീതിയും സത്യവും സംസാരിച്ചു എന്നുള്ള ഏക കാരണത്താൽ ജീവൻ വെടിയപ്പെട്ടവരാണ്. സഭയ്ക്ക് വേണ്ടി ജീവൻ വെടിയുവാൻ തക്കവണ്ണം അധികം പേരും ഒന്നും സഭയിൽ ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും ഒക്കെ നാം ഒന്ന് പരതി നോക്കിയാൽ അങ്കുലി പരിമിതമാണ്. തീർച്ചയായും ഒരു 10, 50, 60 വർഷത്തിനുള്ളിൽ ഈ രണ്ടുപേരെ സഭയ്ക്ക് വേണ്ടി ജീവൻ വെടിയേണ്ടി വന്നു എന്നുള്ള ആ ദുഃഖസത്യം നമ്മുടെ മനസ്സിനെ എപ്പോഴും നോവിക്കുന്നതാണ്. അത് ഓർക്കുന്തോറും മനസ്സ് വേവുകയാണ്. ആ രണ്ടുപേരെയും നമ്മൾ അനുസ്മരിക്കുകയും കൂടെ ഇന്നിവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. മലങ്കര സഭയുടെ ചരിത്രം ആരംഭിക്കുന്നത് ക്രിസ്തു ശിഷ്യനായ തോമസ് അപ്പോസ്തലന്റെ വരവോടെയാണ്. അപ്പോസ്തോലിക ഒരു പാരമ്പര്യമുള്ളൊരു സഭയാണ് മലങ്കര സഭ. അപ്പോസ്തോലിക പാരമ്പര്യം കർത്താവിന്റെ അപ്പോസ്തലന്മാരാൽ സുവിശേഷം വിതയ്ക്കപ്പെട്ട് ആരംഭിച്ച അനവധി സഭകളൊന്നും ലോകത്തിലില്ല. ഉള്ളയിടത്ത് തന്നെ ആ സഭ ശുഷ്കിച്ച് ദുർബലപ്പെട്ട് ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. ചിലർക്ക് പൂർണ്ണമായും ഇല്ലാതായി. അപ്പോഴ് തോമസ് അപ്പോസ്തലൻ ആരംഭിച്ച
സ്ഥാപിച്ച് ഇന്നും നിലനിൽക്കുന്ന ഒരു സഭയാണ് മലങ്കര സഭ എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. പക്ഷേ ആരംഭിച്ച കാലവും ഒരു 16-ാം നൂറ്റാണ്ട് വരെയും നാം വളരെ സമാധാനത്തോടെ സംതൃപ്തിയോടെ ഈ രാജ്യത്തുള്ള ഭരണാധികാരികളുടെ കീഴിൽ സത്യസന്ധരും വിശ്വസ്തരുമായി ജീവിച്ച ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. ക്രൈസ്തവരെ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരും അന്നത്തെ ഭരണാധികാരികളുമൊക്കെ ഏറെ പ്രശംസിച്ചിട്ടുണ്ട്. അവരെ സത്യം പറയുന്നവരാണ്, അവര് വിശ്വസ്തത പാലിക്കുന്നവരാണ്, അവർ ആരുടെയും ഒന്നും അപഹരിക്കുന്നവരല്ല. അങ്ങനെ ഒരുപാട് സൽപ്പേരുകളും അതുപോലെ വളരെ സാത്വികമായ സ്വഭാവ വൈശിഷ്ട്യമുള്ളവരുമായിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. 16-ാം നൂറ്റാണ്ട് വരുമ്പോഴേക്കും 15-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും ഒക്കെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. അതിന്റെ ചരിത്രപരമായ കാരണങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. മലങ്കര സഭ 16-ാം നൂറ്റാണ്ട് വരെ ഈ രാജ്യത്ത്, കേരളത്തിൽ, മലങ്കരയിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ സമാധാനപൂർവമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നുള്ളത് വസ്തുതയാണ്. ആർക്കും ആരോടും വിദ്വേഷമില്ല. ഒരു വിധത്തിൽ നാം എന്നും വളരെ സാത്വിക ഭാവം പുലർത്തുന്നു എന്ന ഒരു ഭാവം, ആ ഒരു സവിശേഷത നമുക്ക് എന്നുമുണ്ട്. പിന്നീട് വന്ന് ഒരു 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നീടുള്ള കാലഘട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ദേശീയ സഭയ്ക്ക് പല വിധത്തിലുള്ള വിഷമതകൾ, ഞെരുക്കങ്ങൾ, കോട്ടങ്ങൾ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധ തോമസ് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭയുടെ തായ്വേര് ഇന്നും മലങ്കര സഭയിൽ തന്നെയാണ് അതിന്റെ ഉടമസ്ഥാവകാശം എന്നുള്ളത് ഏത് ചരിത്രകാരനും സമ്മതിക്കാതെ നിവൃത്തിയില്ല. കാരണം അത് ദേശീയ സഭയാണ്. ഈ സഭ ഈ മണ്ണിൽ ആരംഭിച്ചതാണ്, ഈ മണ്ണിൽ വളരുന്നു. ഇങ്ങനെ തന്നെയാണ് ലോകത്തിലെ എല്ലാ ക്രിസ്തീയ സഭകളുടെയും ചരിത്രം. അതല്ലാതെ മറ്റേതെങ്കിലും വിദേശ സഭകളുടെ ഒരു ഓപ്ഷൂട്ട് പോലെ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ കഴിയേണ്ടി വരുന്ന ഒരു സഭയായിട്ട് അല്ല മലങ്കര സഭ നിലനിന്നത്. എന്നാൽ ഇടക്കാലങ്ങളിലുള്ള ചില ഇടപെടൽ മൂലം, വിദേശ ശക്തികളുടെ ഇടപെടൽ മൂലം ഈ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടാനിടയായിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം വീണ്ടെടുത്തിട്ട് ഇപ്പോഴും 100 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. അത് സഭയുടെ മാത്രം സ്വാതന്ത്ര്യമല്ല, ആ വിദേശ മേധാവിത്വത്തിൽ നഷ്ടപ്പെട്ടത് ഈ രാജ്യത്തെ ഭരണാധികാരവും നഷ്ടപ്പെട്ടിരുന്നു, രാഷ്ട്രീയ അധികാരവും നമുക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ വിദേശ സർക്കാരുകൾ ഉണ്ടായി. അങ്ങനെ വിദേശ ബന്ധത്തിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയതയ്ക്ക് ചില കോട്ടങ്ങളുണ്ടായി, സ്വാതന്ത്ര്യത്തിന് നഷ്ടങ്ങളുണ്ടായി. അത് നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ ഉണ്ടായ ഒരു വലിയ ആഘാതമാണ്. ഏകദേശം 200 വർഷത്തോളം നമ്മൾ വിദേശ ശക്തികളുടെ അടിമത്തത്തിലായിരുന്നു ഇന്ത്യ രാജ്യം കഴിഞ്ഞിരുന്നത് നമുക്കറിയാം. നാട്ടുരാജാക്കന്മാരെ തമ്മിൽ വിഭജിച്ച് ഇവിടെയുള്ള ജനങ്ങളെ മുഴുവനും അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വത്തും ജനങ്ങളും ഒക്കെ വിദേശ രാജ്യത്തിന്റെ കൈവശത്തിൽ ചെന്നു എന്നുള്ളതാണ് വസ്തുത. പോകട്ടെ, ആ വക ചരിത്രത്തെ കുറിച്ച് ഒന്നും അനുസ്മരിക്കേണ്ട സന്ദർഭമല്ല ഇത്. മലങ്കര സഭ ഇന്നും ആ ദേശീയ സഭയുടെ ഒരു പിൻതലമുറക്കാരായി, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പിൻതലമുറക്കാരായി തന്നെ ഇന്നും തുടരുന്നു. എന്നാൽ മലങ്കര സഭയുടെ മാത്രം ചരിത്രം പരിശോധിക്കുമ്പോൾ ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം അവസാനിക്കാൻ തക്കവണ്ണമുള്ള ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതി 1958 അപ്രകാരമുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിച്ച് മലങ്കര സഭയിൽ സമാധാനം സംജാതമായി. പക്ഷേ സമാധാനം സംജാതമായെങ്കിലും തൽക്കാലത്തേക്ക് അതിന് താല്പര്യമില്ലാത്ത ചുരുക്കം ചില ശക്തികൾ നിഗൂഢമായി പ്രവർത്തിക്കുകയും
അതിന്റെ ഫലമായി 70കളുടെ മധ്യം വന്നപ്പോഴേക്ക് 1970കളുടെ മധ്യഭാഗമാകുമ്പോഴേക്കും വീണ്ടും സഭയിൽ ഈ വ്യവഹാരവും കലഹവും തർക്കവും ഒക്കെ ഉണ്ടായി. എന്തിനു വേണ്ടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ കലഹം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചില കാരണങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു. അതല്ലാതെ സഭയുടെ സമാധാന കാലഘട്ടത്തിൽ നിലനിന്ന പോലെ ഏതെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ ഒരു കലഹം ഉണ്ടാകുന്ന ഒരു കാരണവും ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും കാരണങ്ങളൊക്കെ കണ്ടെത്തി ആട്ടിൻകുട്ടിയും ചെന്നായും തമ്മിൽ പറയുന്ന കഥ പോലെ നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കലഹത്തിന് വേണ്ടി കലഹം ഉണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിലെ ഒരു സമൂഹത്തിന്റെ മുൻപിൽ പലപ്പോഴും നാം ഒരു കലഹക്കാരായി അറിയപ്പെടുകയാണ്. എന്തിനു വേണ്ടി കലഹമുണ്ടായി എന്നോ അതിന്റെ ശരിയും തെറ്റും എന്തെന്നോ ആരും അന്വേഷിക്കാൻ തയ്യാറില്ല. കലഹം അങ്ങനെ തുടരുന്നു. ഇതിൽ ഏറ്റവും അധികം പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് അങ്കമാലി ഭദ്രാസനത്തിനാണ്. അങ്കമാലി ഭദ്രാസനത്തിൽ തന്നെയായിരുന്നു ഈ കലഹത്തിന്റെ വിത്ത് ആദ്യം വിതയ്ക്കുകയും അത് തന്നെയാണ് ആദ്യം അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതും. ആലുവ തൃപ്പൂണിത്തുറ സെമിനാരി അവിടെ തൊട്ടങ്ങ് തുടങ്ങുകയാണ്. അത് ഇന്നും അത് ഇപ്പോഴ് കുറെ വർഷങ്ങളായി നമുക്ക് അറിയാം. എന്തിനു വേണ്ടി? നീതിബോധമില്ലാതെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർക്കറിയാം. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വായിച്ചപ്പോൾ നിങ്ങൾ നീതിമാനായ ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കാനിടയായി കാണും. നീതിമാനായ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നീതിബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നീതിബോധമുള്ള ഒരാൾക്ക് ആ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാനൊക്കെയുള്ളൂ. ഒരാൾക്ക് നീതിബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അനീതിയുടെ മാർഗത്തിലൂടെ മാത്രമേ അയാൾ സഞ്ചരിക്കുകയുള്ളൂ. അത് സമൂഹമാണെങ്കിലും വ്യക്തിയാണെങ്കിലും സ്ഥിതിവിശേഷം അത് തന്നെയായിരിക്കും. അതുകൊണ്ട് നീതിമാനായ യോസേഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നീതിബോധം നഷ്ടപ്പെടാതിരുന്നാൽ മാത്രമേ സമാധാനപൂർവമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ നീതിബോധമില്ലാതെ പ്രവർത്തിക്കാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്ന ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. ആ നീതിബോധമില്ലാതെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അനീതിയുടെ മാർഗത്തിലൂടെ അല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ ഒക്കുകയില്ല. മലങ്കര സഭയിൽ ഇങ്ങനൊരു കലഹം ഉണ്ടാകണമെന്ന് എന്റെ കണക്കുകൂട്ടലിൽ മഹാഭൂരിപക്ഷത്തിനും താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോഴെ 2 വിഭാഗമായി നമ്മൾ സംസാരിക്കുമ്പോഴും വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, അതായത് ഈ സഭയുടെ ഏത് മുക്കിലും മൂലയിലും കോണിലും ഒക്കെ നാം ഒരു അനൗപചാരികമായി സംഭാഷണം നടത്തിയാൽ പറയും, ഇങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കലഹിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നീതിയുടെയും സത്യത്തിന്റെയും നിയമത്തിന്റെയും പാത സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ആവശ്യമെന്ന് എല്ലാവരും സ്വയം സമ്മതിക്കുന്നതാണ്. പക്ഷേ ഒരു വലിയ ആൾക്കൂട്ടത്തിലെ 10 പേരെങ്കിലും കലഹമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാൽ കലഹമുണ്ടാകുന്നതാണല്ലോ സ്വാഭാവികമായി കണ്ടുവരുന്നത്. അതാണ് വസ്തുത. ഇപ്പോഴും ഇവിടെ നമ്മൾ പലപ്പോഴും പറയും, കേസുണ്ട്, ഞങ്ങളാണ് ഭൂരിപക്ഷം എന്നൊക്കെ പറയും. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നും അവരുടെ വിഷയമല്ല. ദേവാലയം എവിടെ നന്നായി ഭരിക്കപ്പെടുന്നുവോ അവിടെ വിശ്വാസികൾ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഈ ദേവാലയത്തെ നമ്മൾ കൂടുതൽ കൈവശപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് വിശ്വാസികളെ കൂടെ അതിനോട് ചേർത്ത് നിൽക്കും എന്നുള്ള പശ്ചാത്തലത്തിലാണ്. പിന്നെ ഒരു ന്യൂനപക്ഷം എപ്പോഴും വളരെ അക്രമാസക്തമാകുമ്പോൾ സാത്വിക ഭാവമുള്ളവരും സമാധാനകാംക്ഷികളും വളരെ തളർന്നു പോകും. കാരണം അവർക്ക് ആ വിധത്തിലുള്ള അക്രമ സ്വഭാവം അവർ ശീലിച്ചിട്ടില്ല. ഇതാണ് ഇവിടെ പലപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് നീതിബോധമുള്ള മലങ്കര സഭയുടെ മക്കൾ എന്ന ആ ഒരു സ്ഥാനപ്പേര് വീണ്ടും ലഭിക്കത്തക്കവണ്ണം കക്ഷി ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, നീതിയും ന്യായവും സത്യവും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതിയാണ് ഇവിടെ വേണ്ടിയിരിക്കുന്നത്. മഹാഭൂരിപക്ഷത്തിനും അത് തന്നെയാണ് ഉള്ളതെന്നാണ് എൻ്റെ വിചാരം.
ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് നമ്മുടെ സഹോദരങ്ങൾ, അതായത് യാക്കോബായ പക്ഷത്തുണ്ടെന്ന് വിചാരിക്കുന്ന സഹോദരങ്ങളോട് ചോദ്യം ചോദിച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കേട്ടതല്ല, അങ്ങനെ ചോദിച്ചു എന്ന് കേട്ടതാണ്. ദേവാലയം ഓർത്തഡോക്സ് പക്ഷത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ എത്ര ശതമാനം ആളുണ്ടാകും? അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ 10-70-75% ഒക്കെ ആളുകളുണ്ടാകും. ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു എന്നാണ് കേട്ടത്. ഇല്ല, ദേവാലയം 1934 ഭരണഘടനയാൽ ഭരിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുവാനാണ് മഹാഭൂരിപക്ഷത്തിന് താല്പര്യം എന്നാണ് ഞങ്ങളുടെ അറിവെന്ന്. ഞാൻ പറഞ്ഞത്, ഇവിടെ കലഹിക്കണമെന്നും അക്രമങ്ങൾ ചെയ്യണമെന്നും വിചാരിക്കുന്ന അത് ഒരു ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ ചെറിയ ഗ്രൂപ്പ് ആയാലും ഒരു വലിയ സമൂഹത്തെ നിശബ്ദനാക്കാൻ കഴിയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ദീർഘമായി ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയല്ല. അതുകൊണ്ട് അങ്കമാലി ഭദ്രാസനത്തിൽ നിന്ന് ആരംഭിച്ച ഈ കലഹത്തിന്റെ വിത്ത് അത് ഒരുപക്ഷെ ഒരു പൈശാചിക ഭാവത്തിൽ നിന്നുണ്ടാകുന്നതാകാം, സ്വന്തം താല്പര്യങ്ങൾ മുഖാന്തരമായിട്ടുണ്ടാകുന്നതാകാം. അതിനെന്തെങ്കിലും ന്യായങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതായിരുന്നാലും ഈ 16-ാം നൂറ്റാണ്ട് വരെ ജീവിച്ച അല്ലെങ്കിൽ ജീവിതം നയിച്ച ഒരു മലങ്കര സഭയുണ്ട്. അതിന്റെ തായ്വേര്, അതിന്റെ പിൻതലമുറക്കാരെന്നുള്ള പദവിയാണ് നമുക്കുള്ളത്. ഇതിനിടയിലാണ് 2 നിഷ്കളങ്ക ജീവൻ നഷ്ടപ്പെടുന്നത്. ഒരു ഭയങ്കരമാണ്. കാരണം ക്രൈസ്തവ സഭയിൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തില് അങ്ങനെ വിശ്വാസത്തിനല്ലാത്ത വിധത്തില് അക്രമത്തിന്റെ മുൻപില് 2 പേര് ജീവൻ നഷ്ടപ്പെട്ടവരായി ആ കുടുംബവും ഇന്നും വിലപിക്കുന്നു. മലങ്കര സഭ ഇപ്പോഴും ആ കാര്യത്തില് ദുഃഖിതരാണ്. കാരണം എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു 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 മറുപടി എന്നുള്ളതല്ലാതെ മിസ്റ്റർ ടി.എം. വർഗീസും തോട്ടപ്പാട് കുടിയാക്കോസും കൊല്ലപ്പെട്ടു. അവരുടെ രക്തം ചിന്തപ്പെട്ടു. ആ രക്തത്തിന്റെ നിലവിളി എന്നും മലങ്കര സഭയിൽ ഉണ്ടാകും. അതിനെ മറിച്ചു കളയുവാൻ ആർക്കും സാധിക്കുകയില്ല. തലമുറകളോളം ആ രക്തം നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അതും വസ്തുതയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഭദ്രാസന ദിന ആചരണവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ 2 രക്തസാക്ഷികളുടെ അനുസ്മരണവും ഒരുമിച്ച് നടക്കുകയാണല്ലോ. നിങ്ങൾ സത്യത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ സഞ്ചരിക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കും, ഒരു സംശയവുമില്ല. സമാധാനം, ആ സത്യവും നീതിയും ഉണ്ടാകുന്ന മുറയിൽ ഇവിടെ സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ അക്രമത്തിന്റെ മാർഗത്തിലൂടെ അല്ലല്ലോ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ലോകപ്രകാരം നമുക്ക് ഒരുപാട് ബന്ധപ്പാടുകളും വിഷമതകളും വേദനകളും ഉണ്ടാകും. പക്ഷേ അത് സഹിക്കുക എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു വലിയ മൂല്യം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സാധാരണക്കാർ വളരെ 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 വിഷമിക്കുകയും ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും നീതിരഹിതമായി അവരെ പലപ്പോഴും ക്രൂരതകൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇതെല്ലാം വിശേഷം ഇല്ലാതായി നിയമത്തിന്റെയും സത്യത്തിന്റെയും പാതയിലൂടെ ഈ സഭ വീണ്ടും മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഡിസംബർ മാസമാണ്. പുതിയ സംവത്സരത്തിനായി നമ്മൾ നോക്കി പാർക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിറവിയുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ പ്രചോദനമാണ്. പക്ഷേ മലങ്കര സഭയുടെ ഇങ്ങനെയുള്ള വേദനകളിലെ കൂടുതൽ നാം ശുഷ്കാന്തിയുള്ളവരാകുകയും ഇതെല്ലാം നമ്മൾ അനുസ്മരിക്കുകയും നമുക്ക് ഒരു നല്ല ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്യും. ഇത്രയും വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ഞാൻ വളരെയേറെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകളോട് സംഭവിക്കുന്നു.